അനീഷും അനുമോളും തമ്മിലുള്ള വിവാഹം അതേതാണ്ട് പ്രേക്ഷകർ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രപ്പോസ് ചെയ്തിട്ട് അങ്ങോട്ട് മാറിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനീഷിന് നെഗറ്റീവ് അടിക്കാനാണ് സാധ്യത. അത്തരത്തിലാണ് ലൈവിലെ കാര്യങ്ങളുടെ പോക്ക്. സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറുപടി പറയാൻ ഒരാൾക്ക് പറ്റുമോ? ആലോചിക്കാനൊക്കെ ഒരു സമയം വേണ്ടേ? അനുമോള് ആലോചിച്ച് സമയമെടുത്ത് ഒരു മറുപടി പറയാൻ വേണ്ടി അനീഷിനെ വിളിച്ചപ്പോൾ എന്താ അനീഷ് വരുന്നില്ല. അതെന്ത് പറ്റി അനീഷ് വരാത്തെ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. രാവിലെ അനീഷ് അനുമോളോട് വിവാഹാഭ്യർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അനുമോള് തൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ പറഞ്ഞു ആ വിഷയം വേറെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അനീഷ് അവിടുന്ന് എഴുന്നേറ്റ് പോയി. പിന്നീട് അനുമോളോടൊന്നും സംസാരിക്കാൻ വന്നിട്ടില്ല. ഈ ഒരു സമയം വരെ അതിനുള്ള മനസ്സ് അനീഷ് കാണിച്ചിട്ടില്ല. അനുമോൾ അത്തരത്തിൽ തന്നെയായിരുന്നു. എന്നാൽ അല്പസമയം മുമ്പ് അനുമോള് അനീഷിൻ്റെ അടുത്തേക്ക് പോയി, ചേട്ടാ ആ കുരുതി കോർണറിലേക്ക് ഒന്ന് വരുമോ? ആ സോഫ കോർണർ, അമ്മ ഐജി കോർണറാണ് കേട്ടോ ഉദ്ദേശിച്ചത്, അവിടെ ഒന്ന് വരുമോ? അപ്പോൾ അനീഷ് ചോദിക്കും, എന്തിനാ? എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ അനീഷ്, ഇല്ല ഞാൻ വരില്ല, എനിക്ക് സംസാരിക്കാനില്ല. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ചേട്ടൻ വന്നിരുന്നാൽ മതി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അപ്പോൾ അനീഷ്, ഇല്ല ഞാൻ വരില്ല. അനീഷിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അനുമോളെ നെഗറ്റീവ് അടിപ്പിക്കുക. ഇപ്പോൾ വളരെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് അനുമോള് കത്തി ജ്വലിച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ വേണ്ട. ഒന്നാമത്തെ കാര്യം, ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി കൊണ്ടത് അനീഷാണ്. അതിപ്പോൾ അനുമോൾ എടുത്താൽ എങ്ങനെ ഇരിക്കും? അനീഷാണെങ്കിൽ 2 ദിവസം പിന്നാലെ നടന്ന് പറഞ്ഞു, അനുമോളെ അതിലെടുത്ത് ഓരോരുത്ത് മിണ്ട്, വഴക്ക് കൂടല്ലേ, മിണ്ട് രാവും പകലും പറഞ്ഞു. അനുമോൾ അനുസരിക്കുന്നില്ല. അനുമോളാണെങ്കിൽ ആരോടും മിണ്ടാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുമ്പോൾ പ്രേക്ഷകർ കൂടെ ഉണ്ടാകുന്നു വളരെ വ്യക്തമായിട്ട് അന്വേഷണം അറിയാം. അതിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ അനുമോളെ മാറ്റിയെടുക്കാൻ വേണ്ടി 18ാമത്തെ അടവാണ് ഈ വിവാഹ അഭ്യർത്ഥന അല്ലെങ്കിൽ പ്രപ്പോസൽ എന്നെനിക്ക് തോന്നുന്നു. അത്തരത്തിലാണ് ലൈവിലെ കാര്യങ്ങളുടെ പോക്ക്. അനീഷിനെ പോലെ ഇത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം അനുമോളോട് വന്ന് ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും ക്യാമറകളുള്ള സമയത്ത് പറയും തോന്നുന്നുണ്ടോ? അഥവാ ഭയങ്കര ഇഷ്ടം കൂടിയിട്ടാണെങ്കിൽ ഇത്രയും ദിവസമുണ്ട്, ഇനി അയ്യോ ഇത്രയും ദിവസം കഴിഞ്ഞു, ഇനി 9 ദിവസം കൂടി ഉള്ളൂ, അതുവരെ വെയിറ്റ് ചെയ്യില്ലേ? പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ പോരെ, പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് എന്നാൽ പോരെ, ഞങ്ങളുടെ കല്യാണമാണെന്ന്. അഥവാ അനുമോൾക്ക് താല്പര്യമില്ലെങ്കിൽ രണ്ടുപേരും നാണം കെടാതെ ആരും അറിയാതെ ആ വിഷയം അങ്ങോട്ട് അവസാനിക്കും. എന്നാൽ അനുമോളുടെ മുഖത്ത് കരിവാരി തേക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് അനീഷ് ഈ പ്രപ്പോസൽ നടത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനുമോൾ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് അനീഷിന് ഒരു തോന്നലുണ്ടായിട്ടുണ്ടാവണം. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സഹോദരനെ പോലെയാണെന്ന്, അനീഷ് അത്ര തന്നെ പറഞ്ഞിട്ടുണ്ട് സഹോദരിയെ പോലെയാണെന്നൊക്കെ. ഒരു ഗെയിമിൻ്റെ പേരിൽ അനീഷ് അനുമോളോട് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അനീഷിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആവാൻ സാധ്യതയില്ലേ? അതും അനുമോൾ ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് വന്ന് പറഞ്ഞപ്പോൾ ഇല്ല എനിക്കൊന്നും സംസാരിക്കേണ്ടെന്ന് മാറി നിൽക്കുന്നു. അനീഷ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ല ഒരു മറുപടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന്, അല്ലെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. അതിനൊരു മറുപടി വേണ്ട അനീഷേ, അത് മറുപടി കേൾക്കാൻ അനീഷ് നിൽക്കുന്നില്ല. അപ്പോൾ എന്തായിരുന്നു, പ്രേക്ഷകരുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും അനുമോളെ നെഗറ്റീവ് അടിപ്പിക്കുക. താൻ വിവാഹാഭ്യർത്ഥന നടത്തിയിട്ട് അനുമോൾ നിരസിച്ചു, അനുമോൾ തേപ്പുകാരിയായി, ഒരു ഇൻ്റർനാഷണൽ തേപ്പുകാരി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ പുറത്ത് വരുന്നത്. അത് അനീഷിന് വ്യക്തമായിട്ട് അറിയാം. ഇതിനു മുമ്പും അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലായിരിക്കും അനുമോളുടെ പിക്ചർ പോവുക. ഗെയിമിന് വേണ്ടി അവസാനം നടത്തിയ ഒരു ചീപ്പ് ഗെയിമായി പോയോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ആദിലയും അനുമോളും നൂറയും തമ്മിലുള്ള ആ വഴക്ക് അങ്ങോട്ട് മാറി. അനുമോൾ ഇപ്പോൾ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, ആ ഒറ്റപ്പെടലും പോയി. ഒറ്റ ഡയലോഗിൽ 2 തരത്തിലുള്ള ഗെയിമാണ് അനീഷ് തകർത്ത് കൊടുത്തിരിക്കുന്നത്. അനീഷ് തമാശയ്ക്കാണോ സീരിയസ് ആയിട്ടാണോ എന്നറിയില്ല. പ്രേക്ഷകർ ഒരു ഭൂരിപക്ഷം പേരും സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പോളിട്ടപ്പോഴും അത്തരത്തിൽ തന്നെയാണ്. പ്രേക്ഷകർ അത്രമാത്രം അനീഷിനെ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ അനീഷ് നടത്തിയത് ഒരു ഫേക്ക് വിവാഹാഭ്യർത്ഥന ആണെങ്കിൽ അത്തരത്തിലാണ് ഇപ്പോൾ പോകുന്നത്. അനീഷിന് നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഉൾട്ടയായിട്ട് അനുമോൾക്ക് അത് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അനുമോൾ അത് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പോസിറ്റീവായിരിക്കും അനുമോൾ പറയാൻ പോകുന്ന ഇഷ്ടമാണെന്നായിരിക്കാം, അല്ലെങ്കിൽ അല്ലെന്നായിരിക്കാം. എന്താണെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം ഒരു പെൺകുട്ടി ഒന്ന് ഇഷ്ടമാണ് തിരിച്ചിഷ്ടമാണെന്നൊന്നും പറയില്ലല്ലോ. ടൈം എടുക്കണ്ടേ? അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കാണിച്ച് അവളെ തൻ്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരണ്ടേ? അങ്ങനെയല്ലേ വിവാഹം കഴിച്ച് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നത്. പക്ഷെ അനീഷ് അങ്ങനെയല്ല. ഒരു പ്രാവശ്യം പറഞ്ഞു, ആണോ എനിക്ക് മറുപടിയും തന്നില്ല, എന്നാൽ ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണോ പോകുന്നത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുമോൾക്ക് പോസിറ്റീവും അനീഷിന് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ അനുമോൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇരിക്കും. ഇപ്പം അനുമോൾ ഹാൻഡിൽ ചെയ്ത രീതി നല്ല കറക്റ്റ് ട്രാക്കാണ്. കറക്റ്റായിട്ട് പോയി നേരിട്ട് പോയി സംസാരിക്കുന്നു. ഇനിയും വന്ന് സംസാരിച്ചതുപോലെ ബോൾഡായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അനുമോൾക്ക് ഇപ്പം ഉണ്ടായ ഗെയിം മാറി അടിപൊളി ഗെയിം അവിടെ വരും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതുപോലെ അനീഷിനോട് അനുമോൾ വന്ന് ഇപ്പോൾ സംസാരിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. എന്ത് മറുപടി കൊടുക്കണം എന്ന് അനീഷ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എപ്പോഴായാലും സംസാരിക്കണമല്ലോ, ഒരു വീട്ടിലുള്ളതല്ലേ. അപ്പോൾ സംസാരിക്കുന്ന മറുപടി എങ്ങനെയാണെന്നും പ്രേക്ഷകർ പൾസ് അറിഞ്ഞിട്ട് അന്വേഷിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അനുമോൾക്കും പണിയാകും. എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.